ഹായ്, നമസ്തേ. ബി കെ ഇൻറ്റീരിയേഴ്സിൻ്റെ ഒരു പുതിയ വർക്കിലേക്ക് ഏവർക്കും സ്വാഗതം. UV-PVC ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വാൾഡ്രോപ്പ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്പേസ് അതിനനുസരിച്ച് ആ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഒരു കബോർഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ലോഫ്റ്റിൽ പ്രോ ലിഫ്റ്റ് വെച്ചിട്ട് ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട്. അതോടനുബന്ധിച്ച് അതിൻ്റെ തൊട്ട് താഴെ ഒരു ഡ്രോയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ താഴെ വശത്തായിട്ട് അതിലും ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ മിററുണ്ട്. മിറർ ഓപ്പൺ ചെയ്താൽ അതിനുള്ളിൽ കോസ്മെറ്റിക് സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. സ്പേസ് പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ സാധനങ്ങൾ അങ്ങനെ വയ്ക്കുമ്പോഴേക്കും നമുക്കൊരു തടസ്സം വരുന്നില്ല, പുറത്തൊന്നും കാണുന്നില്ല. ആ രീതിയിലാണ് ആ ഗ്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ അലമാരയുടെ ടോട്ടൽ ഹൈറ്റ് 7 അതിൽ 5 തട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ 5 തട്ടുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന ലോക്കുകളെല്ലാം ഗോദ്റേജിൻ്റെ ഏറ്റവും നല്ല ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ സെക്ഷനും കൂടിയ ഹാൻഡിൽ സെക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഷർട്ട് തൂക്കാനും അതിൻ്റെ താഴത്ത് മുകളിലായിട്ട് ഒരു കുഞ്ഞു ഡോറും അതിൻ്റെ താഴത്തായിട്ട് നല്ല സ്പേസും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത്ര മനോഹരമായിട്ട്. അതുപോലെ ഈ ലോഫ്റ്റ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഇഷ്ടാനുസരണമാണ് അതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഒരു വർക്കിനെ കുറിച്ചുള്ള ഡിസൈനുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാൾഡ്രോപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. ഇവിടെയും 3 പാളി ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ സ്ഥലത്തിനനുസരിച്ച് അതുമുതൽ 5 തട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാം നല്ല സ്പേസ് നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ കഴിയും. അതിൽ ഈ ഡോറിനുള്ളിൽ ഷർട്ട് തൂക്കുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു ചെറിയ ഡ്രോയും താഴെ അതേപോലെ വലിയ സാധനങ്ങൾ വയ്ക്കാനും കണക്കാക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നത് താഴെ ഒരു കബോർഡ്, ഒരു ഡ്രോയർ, പ്രോ ലിഫ്റ്റ് പ്ലസ് മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കേണ്ട ഒരു സ്പേസും കൂടെ അറേഞ്ച് ചെയ്ത് അത് അപ്പുറത്തെ അതിൽ കാണിച്ച അതേ രീതിയിൽ തന്നെ 2 തട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇത് നമ്മൾ ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പാർട്ടിയുടെ ഇഷ്ടാനുസരിച്ച് നമ്മൾ ഇത് സെറ്റ് ചെയ്ത വർക്കാണ് ഈ വർക്ക്. ഇതേപോലെ അടുത്ത റൂമിൽ അതാണ് ഈ കാണിക്കുന്നത്. ഈ റൂമിലും അവിടെ മറ്റ് 2 ചെയ്തതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ഇതും ചെയ്തിട്ടുണ്ട്. താഴെ ഡോറ് പിന്നെ അതുപോലെ 3 പാളിയായിട്ട് മനോഹരമായിട്ട് തന്നെയാണ് ഈ വർക്ക് നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് വർക്ക് തീരുന്നതും അതുപോലെ തന്നെ ചെതലെടുക്കാത്തതും ഡ്യൂറബിളുമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു TV സ്റ്റാൻഡാണ്. അതും പാർട്ടിയുടെ ഇഷ്ടാനുസരണമാണ് അത് ചെയ്തിരിക്കുന്നത്. 110 സെൻറ്റിമീറ്റർ TV ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം. അത് കണക്കാക്കിയാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ടവർ ബോൾ സ്പീക്കർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടവർ സ്പീക്കർ വയ്ക്കുന്നില്ല എന്നുണ്ട്, താഴെയാണ് വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഷോക്കേസായിട്ട് ഉപയോഗിക്കാം. ടവർ സ്പീക്കർ ഉണ്ടെങ്കിൽ ആ ഗ്ലാസ് ഇളക്കി മാറ്റിയിട്ട് അതിൽ ഫിറ്റ് ചെയ്യാം. പിന്നെ ലോഫ്റ്റിൽ ഒരു തട്ട്, പിന്നെ ഇത് 4 ഡോറും തുറക്കാവുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു തട്ട്. പരമാവധി അവിടെയും ഉള്ള സ്പേസ് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഈ വർക്കും നമ്മളവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അടുത്ത കിച്ചണിലോട്ട് പോകും. കിച്ചൺ ലോഫ്റ്റിൽ ഇതാണ് കബോർഡാണ്. ആ കബോർഡിൽ 3 പാളി. ഇവിടുത്തെ സ്പേസിനനുസരിച്ചാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 പാളിയാണ്. മുകളിൽ 3 പാളി ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം മനോഹരമായിട്ട് ഇത് ചെയ്തിട്ട് ഫോസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് എച്ചിങ് ചെയ്താണ് അവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു അലമാരയും അതേ മെത്തേഡ് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലൊരു ചെറിയ ഓപ്പൺ റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഒരു പവർ പോയിൻ്റ് ഇട്ടിരിക്കുന്നതിലാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ഡ്രോയറാണ്. അതൊരു കട്ട്ലറി ബാസ്ക്കറ്റാണ്. അതിൻ്റെ നേരെ താഴെ ആയിട്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഈ ചെയ്തിരിക്കുന്നതിനനുസരിച്ചുള്ള അപ്പോൾ അടപ്പുകളും കിച്ചണിലെ ഡോറുകളും ചെയ്ത് മനോഹരമായി നമ്മൾ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്.